കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയ ദേശീയ സംസ്ഥാന നേതാക്കന്മാരുടെ വാർത്തകളായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രചാരണത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നത്. ഇടതുപക്ഷം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്ന പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വാർത്തകൾ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കൗൺസിൽ അംഗവും മണ്ഡലം സെക്രട്ടറിയുമായ അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത്. പ്രധാന കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വമായി വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിൽ CPI കാണിച്ച ഒരു സംവിധാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. 2 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ ഒരാൾക്ക് തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസ്ഥാനവും ജില്ലാ പ്രസ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ CPI പോലുള്ളൊരു പാർട്ടിയിൽ നടന്നല്ലോ എന്നുള്ളതാണ് ഖേദകരമായ ഒരു ഓഫറും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു ഓഫറും ഇല്ലാതെ പ്രവർത്തിച്ച് ബ്രാഞ്ച് തലം മുതൽ പ്രവർത്തിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാളാണ്, സംഘടന ഉണ്ടാക്കിയ നേതാവായ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കളയുന്നതിന് ഒരു വിഷമവുമില്ല. ഇനി CPIയുടെ ചില തീരുമാനങ്ങൾ ഞെട്ടിക്കുന്നുവെന്നും ശരിയായ ദിശയിലല്ല പാർട്ടി പോകുന്നതെന്നും പാർട്ടി വളരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താൻ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നില്ല എന്ന് അബ്ദുൾ ഷുക്കൂർ പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചർച്ചയ്ക്ക് വിധേയമായ ഒരു വിഷയമായിരുന്നു പാർട്ടി വിട്ട് പാർട്ടിയിലേക്ക് ചേക്കേറുന്ന പാർട്ടി നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വാർത്തകൾ. ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ദേശീയ തലത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയത്. സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരൊന്നും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന A.K. ആന്റണിയുടെയും K. കരുണാകരന്റെയും മക്കൾ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി MLA സീറ്റിലേക്ക് മത്സരിക്കുകയും KPCCയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും A.K. ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോയപ്പോൾ അത് ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ വരെ വലിയ കരുത്താണ് നൽകിയത്. അങ്ങനെ ദേശീയ തലത്തിലും അല്ലാതെയുമൊക്കെ വലിയ തിരിച്ചടി നേരിട്ട കോൺഗ്രസിന് ഇപ്പോൾ ആശ്വാസത്തിന് ചെറിയ ഒരു വാർത്ത ലഭിച്ചിരിക്കുകയാണ്. CPIയുടെ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നു. CPI നേതാവ് പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണെങ്കിൽ പോലും കോൺഗ്രസ് അത് കാര്യമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ആന്റണിക്ക് പ്രാദേശിക നേതാവായ അബ്ദുൾ ഷുക്കൂർ ഒരു മുതൽക്കൂട്ടായി മാറുമോ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിധി നിർണയത്തിലൂടെ തിരിച്ചറിയാം.